ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ വർഷത്തെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ടൂർ പോവുകയാണ്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലൊന്നും പിടിച്ചിട്ടല്ല, നമ്മുടെ തൊട്ടടുത്ത കൺട്രിയായ ഒമാൻ്റെ തലസ്ഥാനം മസ്കറ്റിലേക്കാണ് ഞാൻ ഇന്ന് പോണത്. അപ്പോൾ എല്ലാവരും മസ്കറ്റ് കാണാൻ എൻ്റെ കൂടെ വന്നോളൂ കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. ദുബായ് ഫുൾ എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഫുൾ കാം ആൻഡ് ക്വയറ്റായിട്ട്, റോഡൊക്കെ കാലി. അപ്പോൾ ഇത് എൻ്റെ 7ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാട്ടോ. UAEയും കൂടി കൂട്ടിയിട്ട് 8 സ്ഥലം കണ്ടു. ആക്ച്വലി മെട്രോയിലാണ് കേട്ടോ പോണത്, ബസ്സിലാണ് മസ്കറ്റിലേക്ക്. അപ്പോൾ നമ്മൾ കിസൈസിലെത്തണം. കിസൈസിലാണ് ബസ്സുള്ളത്. അപ്പോൾ അവിടെ പോയി ബസ് കയറണം. അപ്പോൾ ഇവിടുന്ന് മെട്രോ പോയി മെട്രോയിൽ പോകും. ഓക്കെ, ആരും എണീറ്റിട്ടില്ല, ആരെയും കാണുന്നില്ല. ഫുൾ കാലി റോഡ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ശരി, 5 മണിക്കാണ് ഇവിടെ ഫസ്റ്റ് മെട്രോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യത്തെ മെട്രോയിൽ തന്നെ കയറിയിട്ട് പോകണം. ഇപ്പം തന്നെ ഇടിച്ചേനെ, കണ്ടില്ലല്ലോ വന്ന്, പെട്ടെന്നായിരുന്നു വന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നും കാണാം. ഓക്കെ, നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ പുലർച്ചയ്ക്കൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും പെൺകുട്ടിയൊക്കെ ഫ്രീ ആയിട്ട്. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത്. ഏത് നേരത്തും പെൺകുട്ടികളുടെ സേഫ്റ്റി 100% അഷ്വർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് UAE. പേടിക്കേ വേണ്ട. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്നാണോ ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ വരുമായിരിക്കും അല്ലേ? എല്ലാവരും കൂടി ശ്രമിക്കുക. എല്ലാ ആൾക്കാർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? ചൂടൊന്നുമില്ല കേട്ടോ, തണുപ്പൊന്നുമില്ല. ഞാൻ ഭയങ്കര തണുപ്പായിരിക്കും വിചാരിച്ച് ചൂട് ഡ്രസ്സൊക്കെ എടുത്തിട്ടത്, സ്വെറ്ററൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ വേർക്കാൻ തുടങ്ങുന്നുണ്ട്. ചൂട് തണുപ്പും എല്ലേ പോയിക്കൊണ്ട് ഇരിക്കാൻ തോന്നും. ജനുവരി കഴിഞ്ഞില്ലേ, ഫെബ്രുവരി. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. പക്ഷേ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ 4:40 ഉള്ളൂ. നേരത്തെ എത്തിയാൽ 5 മണിക്കാണ് ആദ്യത്തെ മെട്രോ പോണത്. വലിയ കാര്യത്തിൽ ഇതൊക്കെ എടുത്തിട്ട് ജാടത്തേണ്ടി വന്നതാ. ചൂടെടുത്തിട്ട് വരാം. പക്ഷെ അഴിക്കാനും പേടിയാണ്. എനിക്ക് കാറ്റകത്ത് വന്ന് അപ്പം തുമ്മാൻ തുടങ്ങും ചെവി കൂടെ. തുമ്മലായിരിക്കും. അതിലും ഭേദം നല്ലതല്ലേ, കുറച്ച് ചൂടെടുത്താലും കുഴപ്പമില്ല. ചെവിൻ്റെ ഉള്ളിൽ കൂടെ കാറ്റ് പോകാണ്ടിരുന്നാൽ മതി. അങ്ങനെ മെട്രോ ഒക്കെ തുറന്നു. ഇനി മെല്ലെ പഞ്ച് ചെയ്യട്ടെ. Doors opening. الاتجاه للأعلى. Going up. Doors opening. الاتجاه للأسفل. Going down.
ആരുമേ ഇല്ല. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനും തുടങ്ങിയിട്ടില്ല. 5 മണിക്കാണ് ഫസ്റ്റ് ട്രെയിൻ വരിക. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. Destination of this train is ഈ ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് ഒരു ടൂർ പാക്കേജാണ്. 3 days, 2 നൈറ്റ്സും 3 ഡേയ്സും. ഞങ്ങൾ 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബസ്സിൽ. അപ്പോൾ ഒരു 6:45 നമ്മളിവിടുന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഈ വീഡിയോയിൽ ഞാൻ ബോർഡർ വരെ, സ്റ്റാർട്ടിങ് ടു ഒമാൻ ബോർഡർ വരെയുള്ള ഒരു ബസ് യാത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ദുബായ് ഒമാനൊക്കെ റോഡ് ട്രിപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ ആഗ്രഹമുള്ളവർക്ക്, ഇതുവരെ ഗൾഫ് കൺട്രീസ് ഒന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. UAE നിന്ന് നമുക്ക് പല വഴി ഒമാനിലേക്ക് പോകാം. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റൂട്ടാണ് ഹത്ത വഴി. ഞങ്ങളീ പോണത് അലൈൻ റൂട്ടിൽ കൂടിയാണ്. പിന്നെ ഇതല്ലാതെ ഫുജേറയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ ഒരു പുതിയ ക്രോസിംഗ് പോയിൻ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വാം ബോർഡർ ക്രോസിംഗ്. ഇതുകൂടാതെ റാസൽ ഖൈമയിൽ നിന്നും ഷാർജയിൽ നിന്നും പിന്നെ ഡിബ ചെക്ക് പോയിൻറ്റും, അത് മെയിൻലി മൊസൻഡം പോകാനാണ് ആ വഴി ഉപയോഗിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന വഴി ഏകദേശം ബോർഡറിലേക്ക് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ദുബായിൽ നിന്ന് മസ്കറ്റ് വരെ 453 കിലോമീറ്ററാണ് ഉള്ളത്. ഏകദേശം 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ പോയത് ഒരു ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ രാവിലെ ഓഫീസിലേക്കുള്ള ട്രാഫിക്കൊക്കെ പൈലപ്പായി വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കായി തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എക്സിറ്റ് ആവണം ഇവിടുന്ന്. ഇപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുന്നത് ദുബായിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോൾ, വാഫി മോളാണ്. ഈ കാണുന്നതാണ് വാഫി മോൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പിരമിഡിൻ്റെ ഷേപ്പിലാണ് ഈ മോള് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തുടങ്ങിയത് 1991-ലാണ്. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് 2016 ഓപ്പൺ ചെയ്ത ഒരു മാൻ മെയ്ഡ് കനാൽ, അതായത് ദുബായ് കനാൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് ക്രീക്ക് എന്നാണ്. ദുബായ് ക്രീക്കുമായിട്ട് ഇതിന് കണക്ഷൻ ഇല്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദുബായ് ക്രീക്കിൽ നിന്ന് റാസൽ ഖോറിന്ന് ബിസിനസ് ബേന്ന് ദുബായ് വാട്ടർ കനാൽ, എന്നിട്ട് അത് അറേബ്യൻ ഗൾഫിലേക്ക് ഈ വെള്ളം ഒഴുകും. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിതി. ദുബായ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുത നഗരമാണ്. 1960-ൽ ചെറിയൊരു സ്മോൾ ഡെസേർട്ട് ട്രേഡിംഗ് ടൗൺ ആയിരുന്ന ദുബായ് ഇന്ന് ഗ്ലോബൽ സിറ്റി വിത്ത് റെക്കോർഡ് ബ്രേക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചറായിട്ട് മാറിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, വിഷൻ പ്ലസ് ലോങ് ടേം പ്ലാനിങ്. അതുണ്ടെങ്കിൽ ഈ ലോകത്തിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ദുബായ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്കിന് നിർത്തിയതാണ്, ചായ കുടിക്കാനും വാഷ്റൂം പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഒരു കാർഡമൻ ടീ ആണ് ഉണ്ടാക്കിയത്. കുഴപ്പമില്ലായിരുന്നു. തണുപ്പൊക്കെ ഇപ്പോൾ ദുബായിൽ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ഇത്തിരി ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മളിപ്പോൾ ദുബായൊക്കെ കഴിഞ്ഞ് അലൈനിലെത്തി. അലൈൻ എന്ന് പറയുന്നത് അബുദാബിയുടെ വൺ ഓഫ് ദി 3 മെയിൻ റീജിയൻസിലെ ഒരു സ്ഥലമാണ്. ബാക്കിയുള്ളത് അബുദാബി സിറ്റിയും മറ്റൊന്ന് അൽദാഫ്രയാണ്. ഈന്തപ്പന തോട്ടങ്ങളും പിന്നെ അതുപോലെ നാച്ചുറൽ സ്പ്രിങ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അലൈൻ അറിയപ്പെടുന്നത് ഗാർഡൻ സിറ്റി എന്നാണ്. ഒമാൻ്റെ ഈസ്റ്റേൺ ബോർഡറിലാണ് ഈ അലൈൻ സ്ഥിതി ചെയ്യുന്നത്. UAEയുടെ ഫൗണ്ടിങ് ഫാദർ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ ബർത്ത് പ്ലേസ് കൂടിയാണ് അലൈൻ. അലൈനിലെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് അലൈൻ സൂ ആണ്. പിന്നെ ഉള്ളത് അലൈൻ ഒയാസിസ്. അലൈൻ ഒയാസിസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ ഉള്ളത് ജബൽ ഹഫീദ് എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ റോഡ് പ്ലസ് സ്റ്റണ്ണിങ് വ്യൂസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ജബൽ ഹഫീദ് വിസിറ്റ് ചെയ്യുക. ഇവിടെ ഉള്ളവരൊക്കെ ഓൾമോസ്റ്റ് എപ്പോഴും നമ്മുടെ വീക്കെൻഡിലും എസ്പെഷ്യലി ഹോളിഡേയ്സിനൊക്കെ പ്രിഫർ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് ജബൽ ഹഫീദ് പോയിട്ട് ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യുന്നത്. അലൈൻ UAEയിലെ വൺ ഓഫ് ദി കണ്ടിന്യൂസ്ലി ഇൻഹാബിറ്റഡ് പ്ലേസ് ആണ്. വൈ അലൈൻ ഈസ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അലൈൻ അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ ഒയാസിസ്, ഗ്രീനറി, കൂളർ ക്ലൈമറ്റ് ഇതിനൊക്കെയാണ്. അബുദാബിയും ദുബായും കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ക്വയറ്റർ ആൻഡ് മോർ ട്രഡീഷണലാണ് അലൈൻ. അതുപോലെ തന്നെ ഡീപ്ലി കണക്റ്റഡ് ടു എമിറാത്തി ഹെറിറ്റേജ്. 1971 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം അബുദാബി എമിറേറ്റിൻ്റെ ഭാഗമായിട്ട് അലൈൻ അതിവേഗ വളർച്ചയും നിക്ഷേപവും കൈവരിച്ചു. 1972 ഒമാനും അബുദാബിയും ബുറൈമിയും അലൈനും വിഭജിക്കാനുള്ള അന്തിമ അതിർത്തികളിൽ ധാരണയിലെത്തി. 2006 വരെ ഒമാനിലെ ബുറൈമിയും അലൈനും തുറന്ന അതിർത്തി പങ്കിട്ടിരുന്നു. 2006 നവംബറിലാണ് ഈ അതിർത്തി അടച്ചുപൂട്ടിയിട്ട് പാസ്പോർട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അലൈന് 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്ന് ലോങ്സ്റ്റ് ചെയിൻ ഓഫ് ഫയർ വർക്ക്സ്, അത് ഡിസംബർ 2, 2024 അലൈൻ മുനിസിപ്പാലിറ്റി നടത്തിയത്. പിന്നെ ഒന്ന് ഹയസ്റ്റ് റണ്ണിങ് ട്രാക്ക് ഓൺ എ ബിൽഡിംഗ്, അത് മെയ് 19, 2025 അത് അച്ചീവ്ഡ് ബൈ അലൈൻ അസറ്റ് മാനേജ്മെൻറ്റ്. പിന്നെയുള്ളത് ലാർജസ്റ്റ് ബൊക്കേറ്റ് ഓഫ് നാച്ചുറൽ ഫ്ലവേഴ്സ്, അത് 2024. പിന്നെ ഉള്ളത് ലാർജസ്റ്റ് സെൻറ്റൻസ് മെയ്ഡ് ഓഫ് പാം ലീഫ്, അതും 2024. അലൈൻ സൂവിൽ 12 മീറ്റർ നീളത്തിൽ 1.7 മീറ്റർ ഹൈറ്റിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ഇൻസ്റ്റലേഷനായിരുന്നു അത്. അറബ് ടൂറിസം മിനിസ്ട്രിയൽ കൗൺസിൽ 2026 അറബ് ടൂറിസത്തിൻ്റെ തലസ്ഥാനമായി അലൈനെ തിരഞ്ഞെടുത്തു. ഇതൊരു പ്രമുഖ പ്രാദേശിക ലക്ഷ്യസ്ഥാനം എന്ന ഖ്യാതി വർദ്ധിപ്പിക്കുകയും 2025 GCC ടൂറിസത്തിൻ്റെ തലസ്ഥാനം എന്ന വിജയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുകയും ചെയ്തു. തുടർച്ചയായ വർഷങ്ങളിൽ ഒരു ലക്ഷ്യസ്ഥാനം ഗൾഫ് സഹകരണ കൗൺസിലും അറബ് മിനിസ്ട്രിയൽ കൗൺസിൽ ഫോർ ടൂറിസത്തിനും അർഹമാകുന്നത് ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ UAE കടക്കാൻ പോവാണ്. UAE ഒമാൻ ബോർഡർ ആ കാണാനാണ് UAE ഒമാൻ ബോർഡർ. നമുക്കിനി ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് അപ്പുറത്ത് ഒമാനിൽ എൻട്രി ചെയ്യണം. ഓക്കെ, നമ്മൾ വന്ന സമയത്ത് വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല. അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടി. അതിൻ്റെ അപ്പുറം
ഒമാനാണ്. ഇപ്പോൾ പാസ്പോർട്ടിൽ UAEയുടെ എക്സിറ്റൊക്കെ അടിച്ച് കിട്ടി. ഇനി നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഒമാൻ്റെ കാഴ്ചകൾ തുടങ്ങാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.